വൈവാങ്കോളം വരുന്നു, നിങ്ങൾ നേരത്തെ ഇറങ്ങിക്കുക. സ്വർണത്തിൻ്റെ വിലയുള്ള ആ വാക്കിനടുത്ത് ഇരുവിൽ ഉപയോഗിച്ചു. ശാന്തമെന്ന് തോന്നുന്ന ആവാസ വ്യവസ്ഥകൾ ഹിംസയിലാണ് വേരൂന്നി നിൽക്കുന്നത് എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വി ഷിനിലാലാണ്. ഇരു എന്ന എൻ്റെ നോവലിൻ്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. ഈ നോവലിൻ്റെ ഒരു അടിസ്ഥാന വാക്യമായി ഞാൻ എഴുതിയിട്ടുള്ളത്, ശാന്തമെന്ന് തോന്നുന്ന ആവാസ വ്യവസ്ഥകൾ ഹിംസയിലാണ് വേരൂന്നി നിൽക്കുന്നത് എന്നാണ്. നാം കാണുന്ന സംസ്കൃതം എന്ന് നാം വിചാരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും, അത് വലിയ വലിയ ഹത്യകൾക്ക് മേൽ പടുത്തുയർത്തിയ ഒരു ചെല്ലു കൊട്ടാരമാണ്. ഒരു സമൂഹം അതിൻ്റെ ദുർബല വിഭാഗങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ സമൂഹത്തിൻ്റെ സംസ്കാരം യഥാർത്ഥത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ചില അന്വേഷണങ്ങളിലേക്കാണ് ഞാൻ ഈ നോവലിൻ്റെ ഒരു ഭാഗം കടന്നു പോകുന്നത്. നമുക്കെല്ലാം അറിയാം, സി വി രാമൻപിള്ള, ആ മഹാനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കൃതികളിൽ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ 3 കൃതികളിൽ തിരുവിതാംകൂറിൻ്റെ രാജചരിത്രം ഫിക്ഷൻ വൽക്കരിച്ചിട്ടുണ്ട്. അതിനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയും മലയാളത്തിലെ ഏറ്റവും മഹത്തായ കൃതികളായി അവ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇരു എന്ന നോവലിൻ്റെ രചനയിൽ പിന്തുടരുന്നത്, അല്ലെങ്കിൽ രചനയ്ക്ക് ഒരു കാരണമായിരിക്കുന്നത്, സി വി രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കൊണ്ടുവരാതിരുന്ന തിരുവിതാംകൂറിലെ തന്നെ വലിയ വിഭാഗം ജനങ്ങളെയും അവരുടെ ചരിത്രത്തെയും അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും ഒക്കെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ നോവലിൽ മാർത്താണ്ഡവർമ്മയെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ വേലുക്കുറുപ്പിൻ്റെ സംഘം ആക്രമിക്കുന്നത് മുതൽ ഒരു 3 ദിവസം അദ്ദേഹത്തിൻ്റെ നോവലിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ 3 ദിവസത്തെ കാര്യങ്ങൾ പറയുന്നില്ല. ആ ഒരു വിടവിൽ നിന്നാണ് ഇരുവിൻ്റെ ഒരു ഭാഗം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രാദേശിക ചരിത്രത്തിൽ പറയുന്നത്, ഈ അഗസ്ത്യകൂട മലയുടെ ചുറ്റിനും താമസിക്കുന്ന കാണിക്കാർ എന്ന ഇവിടുത്തെ പ്രബലമായ ആദിവാസി വിഭാഗത്തിലെ മനുഷ്യർ അന്ന് പടനായക മുത്തൻ എന്ന ഒരു പോരാളിയുടെ, ഒരു കാണി മൂപ്പൻ്റെ നേതൃത്വത്തിൽ വേലുക്കുറുപ്പിൽ നിന്ന് മാർത്താണ്ഡവർമ്മയെ രക്ഷപ്പെടുത്തുകയും അഗസ്ത്യകൂടത്തിൻ്റെ അടിയിലുള്ള ഒരു അപ്പിൽ, ഒരു ഗുഹയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് തേനും തിനമാവും കൊടുത്ത് ചാറ്റുപാടി അദ്ദേഹത്തെ പുതിയ ഉണർവോടുകൂടി തിരികെ നാട്ടിലേക്ക് വിടുന്നതുമാണ് ചരിത്രം, ആ പ്രാദേശിക ചരിത്രത്തിലുള്ളത്. അതിന് പ്രതിഫലമായി മാർത്താണ്ഡവർമ്മ കാണിക്കാർ വിഭാഗത്തിന് ആ ഭൂമി, കാണിപ്പറ്റ് ഭൂമി എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ ഭൂമി, 36,000 ഏക്കർ ഭൂമി കരമൊഴിവാക്കി ആജീവനാന്തം അനുഭവിക്കാൻ, തലമുറകളായി കൊടുത്തനുഭവിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നുവെന്നും അതിൻ്റെ ഒരു ഓല, ചെമ്പ് പട്ടയം ഉണ്ടെന്നും ഒക്കെ ആ ചരിത്രത്തിലുണ്ട്. ഇത്തരം അന്വേഷണങ്ങളിൽ കൂടെ ഞാനിത് കടന്നുപോയി. യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാര ചരിത്രവും മുഖ്യധാര സാഹിത്യവും ഇതിനെല്ലാം തമസ്കരിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. മുഖ്യധാര ചരിത്രത്തിലോ മുഖ്യധാര സാഹിത്യത്തിലോ ജീവിതമില്ലാത്ത 2 കൂട്ടം മനുഷ്യർ, കാണിക്കാരും വേടനും, ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഏകദേശം 300 വർഷം, കൃത്യമായി പറഞ്ഞാൽ 1720 തിരുനെൽവേലിയിലെ, അന്ന് തിരുവിതാംകൂർ ചെന്ന് അവസാനിക്കുന്ന തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായ തിരുവിതാംകൂറിലെ വെങ്കലമാന ചന്ത എന്ന ചന്തയിൽ നിന്ന് പുറപ്പെട്ട് ഈ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഒരു യാത്രികനായ സൂഫി പോലെയുള്ള ഒരു ജീവിതമുള്ള ഒരു ലബ്ബയുടെ
യാത്രയിൽ നിന്നാണ്. 1720 അദ്ദേഹം വരുന്ന വഴിയുടെ വിവരണത്തിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് 2020 ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമായ വിക്രമൻ തമ്പിയുടെ ജലമരണത്തോടു കൂടിയാണ്. ഇങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ 300 വർഷത്തെ തിരുവിതാംകൂറിലെ ജീവിതവും ചരിത്രവും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തെക്കൻ ഭാഷയുടെ ആയി ബന്ധപ്പെട്ട കുറേ അന്വേഷണങ്ങളിൽ ഞാൻ ഏർപ്പെടുകയുണ്ടായി. അതിനുവേണ്ടി പഴയ തെക്കൻ പാട്ടുകൾ കണ്ടുപിടിച്ച് വായിക്കുകയുണ്ടായി, പഴയ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അതിൽ തന്നെ കാണിക്കാർ, വേടർ തുടങ്ങിയ സമൂഹങ്ങളിലെ മനുഷ്യരോട് ഒരുപാട് ഇടപഴകുകയും അവരുടെ ഒരുപാട് കഥകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അവരുടെ ഭാഷ മനസ്സിലാക്കാനൊക്കെ ഒരു പരിധി വരെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് വളരെ ആഹ്ലാദം തരുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പല വാക്കുകളും ഈ വിഭാഗത്തിലെ മനുഷ്യർ ഉപയോഗിക്കുന്ന പല വാക്കുകളും ആദ്യമായി അച്ചടി പുരളുന്നത് ഇരു എന്ന നോവലിലാണ്. അതിൻ്റെ അനുഭവം പറയാം. ഞാനും എൻ്റെ സുഹൃത്തായ ബാലേന്ദ്ര സാറും കൂടെ ഈ നോവലിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് കാണി ഊരുകളിൽ പോവുകയുണ്ടായി. ആ ഊരിൽ നിന്ന് ചിലപ്പോൾ കഥകൾ കിട്ടും, ചിലപ്പോൾ അവരുടെ അനുഭവങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അവർ മൃഗങ്ങളുമായിട്ടുള്ള സംഘർഷങ്ങൾ, ബന്ധങ്ങൾ, അവർ വേട്ടയാടുന്ന രീതികൾ, ഇതൊക്കെ തലമുറകളായി ഇപ്പോഴൊന്നും അങ്ങനെ ജീവിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആഹാര രീതി, അവരുടെ ഭക്ഷണം, അവരുടെ പാട്ടുകൾ. സത്യത്തിൽ പല പാട്ടുകളും തെക്കൻ പാട്ടുകൾ എന്ന രീതിയിൽ സമാഹരിക്കപ്പെട്ട് പോലും ഇല്ലാത്ത പാട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അമ്മയോട് വൈകുന്നേരം അവരുടെ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരം അവർ പറയുന്നു, മഴ മൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അമ്മ പറയുന്നു, വൈവാങ്കോള് വരുന്നു, നിങ്ങൾ നേരത്തെ ഇറങ്ങിക്കോ, അങ്ങനെ എന്തോ പറയുന്നു. സത്യത്തിൽ അന്ന് ആദ്യമായിട്ടാണ് വൈവാങ്കോൾ എന്ന വാക്ക് കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥം വൈകുന്നേരം ഈ മഴ ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു വൈകുന്നേരം, അതാണ് വൈവാങ്കോൾ. ഞാൻ അതേപോലെ ആ വാക്കിനെടുത്ത്, സ്വർണത്തിൻ്റെ വിലയുള്ള ആ വാക്കിനെടുത്ത് ഇരുവിൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ വേടർ സമുദായത്തിൻ്റെ ഭാഷ, അത് ഒരുപക്ഷെ നമ്മുടെ ദ്രാവിഡ ഭാഷയുടെ ആഴം അന്വേഷിക്കുന്ന ഗവേഷകർക്ക് അത് ഉപയോഗപ്രദമാകുമായിരിക്കും, അവരെ നേരിട്ട് അവരുടെ ഭാഷ പഠിക്കുകയാണെങ്കിൽ. കാരണം അത്രയും ഡെപ്തുള്ള, അത്രയും സൗന്ദര്യാത്മകമായ, ഒരുപക്ഷെ നമ്മുടെ പഴയ കാർഷിക ജീവിതത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെയാണ്. ആ ഭാഷ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. എൻ്റെ തൊട്ടടുത്തും ആ ഭാഷയുണ്ട്, പക്ഷെ എനിക്കതറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു സംഗീതാത്മകതയുണ്ട്. എങ്ക പൊക്കുഴിച്ചോളിയോ എന്താറി, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രയോഗം. എവിടെ പോയോ എന്തോ, ഇങ്ങനെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഭാഷ, ഇത് പലതും നമ്മുടെ സാമാന്യ ഉപയോഗത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ സംരക്ഷണ കിട്ടാത്ത, അതല്ലെങ്കിൽ പൊതുസമൂഹം അവഗണിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അവരുടേത് കൂടി എടുത്ത് ആണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അങ്ങനെ അവഗണിക്കപ്പെട്ട സമൂഹങ്ങൾ നമ്മുടെ മുന്നിൽ നാം അറിയാതെ ഒരു വംശഹത്യ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് വേടർ സമുദായത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അവരുടെ തളർച്ച കണ്ടാൽ മനസ്സിലാകുന്നത്. ഇങ്ങനെ ചില അന്വേഷണങ്ങൾക്ക് കൂടി ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുപോലെ ധാരാളം കഥകൾ, ധാരാളം മനുഷ്യർ, ഇതൊക്കെ ഇതിനകത്ത് കടന്നു വന്നു. നിങ്ങൾ വായിക്കുന്നവർക്കറിയാം, ഈ നോവലിൽ ഒരു കായ നദിയുണ്ട്. അത് ആ വാക്ക് സൃഷ്ടിച്ചത് ഞാനല്ല, പക്ഷെ നോവലിലെ നദിയെ ഞാൻ സൃഷ്ടിച്ചതാണ്. ആ വാക്ക് രാമായണം കുറത്തിപ്പാട്ടിൽ നിന്നാണ് കിട്ടിയതാണ് ആ വാക്ക്. അങ്ങനെ കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഒരു പ്രതികഥ, നമുക്കറിയാവുന്ന പരശുരാമ കഥയ്ക്ക് ബദലായ ഒരു കഥ ഈ നോവലിനുണ്ട്. അങ്ങനെ വളരെ ഒരുപക്ഷെ എന്നെ കൂടി സംസ്കരിച്ച ഒരു കൃതിയായിട്ടാണ്, ഒരു 7-8 വർഷം കൊണ്ട് ഞാൻ എഴുതി തീർത്ത ഒരു കൃതിയാണിത്. ഈ കൃതി ഈ പറഞ്ഞ പോലെ
എഴുതി എഴുതി എന്നെ കൂടി വളർത്തിയ ഒരു കൃതിയാണ്. എല്ലാവർക്കും നന്ദി.